ഫ്രണ്ട്സ്, നമ്മളിന്ന് വന്നേക്കുന്നത് ചെറിയൊരു പരിപാടിയുണ്ട്. നമ്മൾ ഇന്ന് നമ്മുടെ ജോഷിന് പുതിയൊരു ടാങ്ക് മേടിച്ചേക്കുവാണ്. ഇത് കാണാം, പണ്ട ബ്ലറാണ്. ഇതാണ് ടാങ്ക്. ഇച്ചിരി വലിയ ടാങ്കാണ്, അത്ര വലുതാണ്. അപ്പോൾ ഇത് മേടിച്ചിട്ട് നമ്മൾ കഴുകിയിട്ടില്ലായിരുന്നു. നമുക്കൊന്ന് കഴുകിയിട്ട് സെറ്റാക്കി എടുക്കാം. ഓക്കെ, കഴുകിയിട്ട് കാണാം. അപ്പോൾ കുറേ നേരം എടുത്തിട്ടാണെങ്കിൽ നമ്മളത് ക്ലീൻ ആക്കുകയാണ് കേട്ടോ. വീഡിയോ സ്പീഡാക്കിയാണ് ഇടുന്നത്. അപ്പോൾ ഇച്ചിരി വലിയ ടാങ്ക് ആയതുകൊണ്ട് തന്നെ കുറേ നേരം എടുക്കും കഴുകാനായിട്ട് തന്നെ. അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് കഴുകി. ഇപ്പോൾ നല്ല പൊടിയൊക്കെ ഉണ്ട് ചെറുതായിട്ട്. പിന്നെ ഇത് സ്പ്ലിറ്റ് ചെയ്തേക്കുമായിരുന്നു ഗ്ലാസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ നടുക്കൊരു ഗ്ലാസ് വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ അത് കാരണം തന്നെ അതിലും മറ്റേ പശയുണ്ട്. ആ പശയുടെ ഒരു ചെറിയൊരു പാട് കാണാം. മൂന്നാമത്തെ സൈഡ് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. നാലാമത്തെ സൈഡ് കഴിയുന്നത് കാണിക്കാൻ പറ്റിയില്ല. അപ്പം നമുക്ക് ഇത് കഴുകി കഴിഞ്ഞിട്ട് ബാക്കി ഒരു പരിപാടിയും കൂടെ ഉണ്ട്. അതിൻ്റെ അപ്പുറത്തൊരു സ്റ്റാൻഡ് കിടക്കുന്നുണ്ടല്ലേ, അതും ചെറുതായിട്ട് തുരുമ്പൊക്കെ പിടിച്ചേക്കുവാണ്. നമ്മളതൊന്ന് ഒരു സാൻഡ് പേപ്പർ വെച്ച് തൂത്ത് കളഞ്ഞിട്ട് നമ്മളൊരു പെയിൻ്റ് അടിച്ചെടുക്കുന്നുണ്ട്. ആ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ ദയവായി കാണേണ്ടതാണ്. അപ്പോൾ ഇനി നമ്മൾ എടുക്കുന്നത് നമ്മുടെ സ്റ്റാൻഡ് തന്നെയാണ്. സ്റ്റാൻഡിലേക്ക് നോക്കുമ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ നന്നായിട്ട് തുരുമ്പുണ്ട്. അപ്പം നമ്മൾ സാൻഡ് പേപ്പർ പിടിച്ച് കളയണം. കാരണം ഇത് അകത്ത് വെക്കാനുള്ളതായതുകൊണ്ട് ആ ഒരു ഇതിരുന്ന് കഴിഞ്ഞാൽ മെനയാവില്ല. അപ്പോൾ ഈ മേൽഭാഗമൊക്കെ സാൻഡ് പേപ്പർ പിടിച്ച് നല്ല സ്മൂത്ത് ആയിരിക്കുകയാണ്. സാൻഡ് പേപ്പർ പിടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പെയിൻ്റ് അടിക്കണം. ഞാനും അവൻ കൂടെയാണ് പെയിൻ്റ് അടിക്കുന്നത്. അപ്പോഴേ നമ്മൾ വീടിൻ്റെ ബാക്ക് വശത്ത് ഇരുന്നിട്ട് പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം. പെയിൻ്റ് അടിച്ചുകൊണ്ട് അപ്പോൾ ഇത് അടിച്ച് കഴിയുമ്പോൾ അപ്പം നമ്മൾ പെയിൻ്റൊക്കെ അടിച്ച് കഴിഞ്ഞു. കുറച്ച് വെള്ളം കിടക്കുന്നുണ്ട്, പുറത്താണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് അകത്തേക്ക് വെക്കണം. നമുക്ക് ഇച്ചിരി സെറ്റാക്കാനുണ്ട്. ഇച്ചിരി പ്ലൈവുഡൊക്കെ അടിച്ച് എല്ലാം കഴിഞ്ഞു മൊത്തത്തിൽ. ഇന്ന് നമ്മൾ ഇത് പണിയാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതുണ്ടോ, ഈ സ്പോഞ്ച് ഉണ്ട്. ഈ സ്പോഞ്ച് നമ്മൾ അക്വേറിയത്തിൻ്റെ അടിയിൽ വെക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ അത് എന്തെങ്കിലും തെന്നിപ്പോയാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അക്വേറിയത്തിൻ്റെ അടിയിൽ ആ സ്റ്റാൻഡിൽ വെക്കാൻ പോവുകയാണ്. അതിൻ്റെ താഴെ നമ്മൾ ടൂസെറ്റ് ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അക്വേറിയത്തിന് മുകളിലേക്ക് വെക്കുന്നത്. അപ്പോൾ നമുക്കടുത്ത ആ അക്വേറിയം വെക്കണ വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നമ്മളിപ്പോൾ ഇത് കുറച്ച് വെള്ളത്തിനൊരു തെളിച്ചക്കുറവുണ്ട് കേട്ടോ. ഈ സ്റ്റാൻഡ് അകത്തേക്ക് വെക്കണ വീഡിയോ നമുക്കത് കാണിക്കാൻ പറ്റിയില്ല, കാരണം നല്ല പണിയായിരുന്നു. അപ്പോൾ നമ്മുടെ പണ്ടത്തെ ടാങ്ക് നിങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ ചോദിക്കുന്നുണ്ടാവും. പണ്ടത്തെ ടാങ്കിൻ്റെ വീഡിയോ ഞാൻ വേറെ ഷോർട്സ് ആക്കി ഇടുന്നതായിരിക്കും. ഇത് അകത്തേക്ക് വെക്കാൻ വേണ്ടി നല്ല പണിയായിരുന്നു. നമ്മൾ ജോഷിനെ മാറ്റണേയും ടാങ്ക് ഇവിടെ എടുത്ത് വെക്കണേയും കാണിക്കാൻ പറ്റിയില്ല, കാരണം അക്വേറിയത്തിന് നല്ല വെയിറ്റാണ്. ഇത് ഡൈനിങ് ടേബിളിൻ്റെ ഒരു ഗ്ലാസിൻ്റെ അത്രയും കട്ടിയുള്ള ഗ്ലാസ്സാണ്. അപ്പോൾ നല്ല വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ അത് എടുത്തു വെക്കണമെങ്കിൽ കുറച്ച് ഞാനും അച്ഛനും അമ്മയും കൂടെയൊക്കെയാണ് എടുത്തു വെച്ചത്. അപ്പോൾ ആ വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പോൾ സ്റ്റാൻഡും ഇതൊക്കെ എടുത്ത് സെറ്റാണ്. ഇപ്പോൾ കുറേ ദിവസമായിട്ടോ ഇത് സെറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മളത് ഇത് സ്റ്റാൻഡ് കളർ അടിച്ച് പെയിൻ്റ് അടിച്ച് സെറ്റാക്കിയത് നമ്മുടെ ജോഷിനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ജോഷി നടക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മേൽക്കൂര സെറ്റാക്കിയിട്ടില്ല നമ്മൾ. അപ്പോൾ മേൽക്കൂര സെറ്റാക്കുന്ന വീഡിയോ എന്തായാലും വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഒരു കുഴപ്പം കൂടെ ഇല്ല, നമ്മുടെ ഇവിടുത്തെ വെള്ളം ക്ലീൻ ആയിട്ടില്ലായിരുന്നു. അപ്പോൾ വെള്ളം ക്ലീൻ ആയി കഴിയുമ്പോൾ ഞാൻ ഒരു വീഡിയോ കൂടെ ഷോർട്സ് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ബൈ.